ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന തിരുവചന ഭാഗം മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഈ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശുവും ശിഷ്യന്മാരും വളരെ ശക്തമായിട്ട് പല വിധത്തിലുള്ള ദൈവരാജ്യ ശുശ്രൂഷയിൽ മുഴുകിയിരിക്കുക. പക്ഷേ അവർ കുറേ നേരം ഈ ശുശ്രൂഷയൊക്കെ ചെയ്തപ്പോൾ യേശു തന്നെ അവരോട് പറയുകയാണ്, നമ്മൾ അല്പം വിശ്രമിക്കേണ്ടതുണ്ട്, നമുക്കൊരു വിജന സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ അവിടെ ഒത്തിരിയേറെ ആളുകൾ കാത്തു നിൽപ്പുണ്ട്, ഒത്തിരിയേറെ ആളുകൾക്ക് അവരുടെ ശുശ്രൂഷയും ആവശ്യമുണ്ട്. പക്ഷേ യേശു അവരോട് പറഞ്ഞതാണ്, നമുക്ക് വിശ്രമം ആവശ്യമാണ്, നമുക്കൊരു വിജന പ്രദേശത്തേക്ക് പോകാം. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും എപ്പോഴും നമുക്കൊരു വിശ്രമം ആവശ്യമാണ്, ഒരു പിൻവാങ്ങൽ ആവശ്യമാണ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധിക്കുക. അതാണ് ഈശോ നമുക്ക് തരുന്ന മാതൃകയും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നമ്മൾ കുറച്ച് സമയം ഒന്ന് മാറി നിൽക്കണം, കുറച്ച് സമയം നമുക്കൊരുമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കാം, വിശ്രമിക്കാം, ഭക്ഷണം കഴിക്കാം. അതൊക്കെ വാസ്തവത്തിൽ ഒരു ശക്തിപ്പെടുന്നതിൻ്റെയും കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുവാനുള്ള ശക്തി സംഭരിക്കുന്നതിൻ്റെയും ഒക്കെ സൂചനകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന കാര്യം, അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അരികിൽ അടുത്ത് വന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. അവർ ചെയ്ത കാര്യങ്ങൾ, അവർ പഠിപ്പിച്ച കാര്യങ്ങൾ, അവരിലൂടെ ദൈവം ഇടപെട്ട കാര്യങ്ങൾ, ഇതൊക്കെ യേശുവിനോട് അവർ പറഞ്ഞു. അതിനുശേഷം ദൈവമായ യേശു അവരോട് പറയുകയാണ്, നമുക്ക് കുറച്ച് വിശ്രമിക്കാൻ പോവാം. അതിനുശേഷം യേശു അവരോട് ഇങ്ങനെ പല കാര്യങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. അതിനുശേഷം യേശു അവരൊന്നും കൂടെ ഒരു വിശ്രമത്തിലേക്ക് കൊണ്ടുപോയി അവർ കുറച്ചുകൂടെ അവരുടെ ആത്മീയ ജീവിതത്തെ ഉണർത്തുവാൻ പരിശ്രമിക്കുകയാണ്. ഉണർത്താൻ പരിശ്രമിക്കുന്ന എങ്ങനെ അവരോട് പറയുന്നുണ്ട്, പിന്നീട് പറയുന്നുണ്ട്, ഇവിടെ കുറേ ജനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഇവരെന്തുമാത്രം ഈ ഒരു ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ ആ ആവശ്യത്തെ എങ്ങനെ അവർക്ക് നേരിടാൻ സാധിക്കും, അതിനൊക്കെ വേണ്ടി അവർക്ക് എന്തുമാത്രം കഴിവുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കഴിവില്ലാത്ത കാര്യങ്ങളൊക്കെ അവരൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഈശോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഭക്ഷണം കണ്ടെത്താൻ സാധിക്കും, എന്തു വഴിയുണ്ട്. അപ്പോൾ ശിഷ്യന്മാർക്ക് കാര്യമായിട്ടുള്ള വഴികളൊന്നും പറയാനില്ലായിരുന്നു. അവർ പറഞ്ഞതൊക്കെ ഇത് വളരെയധികം ആളുകളുണ്ട്, അങ്ങനെയൊക്കെയാണ്. പിന്നെ അവർ പറഞ്ഞു, അവിടെ കുറച്ച് കാര്യങ്ങളെ, കുറച്ച് അപ്പവും മീനൊക്കെ ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബോധ്യങ്ങൾ ലഭിക്കുകയാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഇനിയും തങ്ങൾ കുറേയൊക്കെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാനുണ്ട്, വളരാനുണ്ടെന്നും ബോധ്യപ്പെടുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കുവാൻ നമുക്ക് എപ്പോഴും ഒരു പിൻവാങ്ങൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അല്പം മാറി നിന്നുള്ള വിശ്രമം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ചില ആളുകളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിക്കും, അവർ ചെയ്താലേ ആ കാര്യം ശരിയാവുകയുള്ളൂ, അവർ പോയില്ല എങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും. ചില കുടുംബങ്ങളിലൊക്കെ ചില ബിസിനസ്സിനൊക്കെ പോകുന്നവർ, ചില ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ ചിന്തിക്കും, അവർ ആ ബിസിനസ് സ്ഥാപനത്തിൽ അന്ന് പോയില്ലെങ്കിൽ ആ ബിസിനസ് ആകെ താറുമാറാകും, ആകെ പ്രശ്നമാകും എന്നൊക്കെ അവർ ചിന്തിക്കും. ഞാൻ ഓർക്കുക, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ്. അവരിങ്ങനെ ബിസിനസ്സൊക്കെ നടത്തി മുമ്പോട്ട് പോകുന്ന ഒരു നല്ല കുടുംബമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ്സുകാരൻ്റെ ഒരു ചിന്ത എപ്പോഴും ഇങ്ങനെയാണ്, അദ്ദേഹം ഓരോ ദിവസവും അവിടെ ചെന്ന് കൃത്യം കാര്യങ്ങൾ ചെയ്താലേ നടക്കുകയുള്ളൂ, അതല്ലെങ്കിൽ ആകെ പ്രതിസന്ധിയാകും, ഈ ബിസിനസ്സൊക്കെ തകർന്നു പോകും എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്നേഹമുള്ളവർ, അതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പള്ളിയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥനയില്ല. ബന്ധുക്കളുടെയൊക്കെ ആവശ്യങ്ങൾ തന്നെയാണെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയി വരും. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ബിസിനസ്സിലാണ്. കാര്യങ്ങൾ അദ്ദേഹം ചെന്നില്ലെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹം മരിക്കുന്നത്.
അത് വലിയൊരു സങ്കടമായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. പക്ഷേ ഏതാനും നാളുകൾക്ക് ശേഷം അവിടെ വലിയൊരു ദൈവപരിപാലന കാണാൻ സാധിച്ചത്. അദ്ദേഹം മരിച്ചു. ആ മരണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. 41 ദിവസങ്ങളൊക്കെ ആചരിച്ചു. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഈ ബിസിനസ്സൊക്കെ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, ഈ മനുഷ്യൻ ആ ബിസിനസ് കൊണ്ട് നടന്നതിനേക്കാൾ മനോഹരമായിട്ട് നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ആ ബിസിനസ് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹമുള്ളവർ, പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണകളാണ് ഞാൻ അത് ചെയ്താലേ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഞാൻ ചെയ്തില്ലെങ്കിൽ അത് നടക്കുകയില്ല, അതാകെ നശിച്ചു പോകും, തകർന്നു പോകും എന്നുള്ളതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. യേശു പോലും തൻ്റെ ശിഷ്യരോട് പറയുകയാണ്, നമുക്ക് ചില സമയങ്ങളിൽ കുറച്ച് വിശ്രമം ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന സാഹചര്യം, കാര്യങ്ങൾ നമ്മളൊന്ന് പിൻവാങ്ങി നിൽക്കേണ്ടതുണ്ട്. നമ്മളൊന്നൊരു വിജന സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. സ്നേഹമുള്ളവർ, എല്ലാവരുടെ ജീവിതത്തിലും, അത് ഭൗതിക ജീവിതത്തിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണ്, നമുക്കിടയ്ക്ക് ഒരു പിൻവാങ്ങൽ, നമുക്കൊരു വിശ്രമം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു മരുഭൂമിയിലേക്ക് പോകുന്ന അനുഭവം നമുക്കെല്ലാവർക്കും ആവശ്യമാണെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒരു വിശ്രമിക്കാനുള്ള സമയമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അല്ലെങ്കിൽ ഒരു മരുഭൂമിയിലേക്ക് ഈശോ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നത് പോലുള്ള അനുഭവമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. നമ്മൾ ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ അറിയപ്പെടുന്നത് റിട്രീറ്റ് സെൻറ്റർ എന്നാണ്. റിട്രീറ്റ് സെൻറ്റർ, ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ, അങ്ങനെ ഓരോ റിട്രീറ്റ് സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റിട്രീറ്റ് എന്ന വാക്ക് അത് വരുന്നത് വാസ്തവത്തിൽ യുദ്ധ സാഹചര്യത്തിൽ നിന്നാണെന്നൊരു പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ ഇടവന്നു. അപ്പോൾ യുദ്ധ സാഹചര്യത്തിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്. എന്താണ് റിട്രീറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്? അതിങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടാളക്കാരൊക്കെ ക്ഷീണിച്ചു, ചിലപ്പോൾ പരാജയപ്പെടാനൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ സൈന്യാധിപൻ, അവരുടെ നേതൃത്വം കൊടുക്കുന്ന സൈന്യാധിപൻ അവരോട് ഇങ്ങനെ ഒരു ഓർഡർ ഇടും, റിട്രീറ്റ് എന്ന് പറഞ്ഞ ഓർഡർ ഇടും. അതിങ്ങനെയാണ്, നമ്മളൊന്ന് പിൻവാങ്ങണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇവരെല്ലാവരും ഒന്ന് പിൻവാങ്ങും. അതിനുശേഷം അവർ ഈ പട്ടാളക്കാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൂടാരങ്ങൾ, ടെൻറ്റുകളിലേക്കൊക്കെ പോകും. അതിനുശേഷം അവരവിടെ ഇരുന്ന് ആലോചന നടത്തും. എന്താണ് തങ്ങൾ പരാജയത്തിലേക്ക് നയിക്കുന്ന പിഴവുകൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെ നമ്മുടെ ആയുധങ്ങൾ, പുതിയ ട്രിക്കുകളും ആയുധങ്ങളും നമ്മൾ എന്ത് പ്രയോഗിക്കണം, എങ്ങനെ നമ്മുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടണം. അങ്ങനെ ആ കൂടാരത്തിൽ ഇവരിന്ന് 1-2 ദിവസം വരെ അത് ആലോചിക്കും. ആലോചിച്ചതിന് ശേഷം അവർ യുദ്ധരംഗത്തേക്ക് വീണ്ടും പോകും. അപ്പോൾ റിട്രീറ്റ് എന്ന് പറയുമ്പോൾ അത് പരാജയപ്പെട്ട് പിന്മാറുന്നതിൻ്റെ അടയാളമല്ല, അത് പരാജയപ്പെട്ട് പിന്മാറുന്നല്ല സൂചിപ്പിക്കുന്നത്. അതൊന്ന് കഴിഞ്ഞ പരാജയത്തിൻ്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ്. അതിനുശേഷം തങ്ങളുടെ ആയുധങ്ങൾക്ക് ഒരിക്കൽ കൂടെ മൂർച്ച കൂട്ടുകയാണ്. വീണ്ടും അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിനുശേഷം അവർ വീണ്ടും യുദ്ധമുഖത്തേക്ക് പോവുകയും അവിടെ വളരെ വാശിയോടുകൂടെ, വളരെ ധൈര്യത്തോടുകൂടെ യുദ്ധം ചെയ്യുകയാണ്. വാസ്തവത്തിൽ ഈ റിട്രീറ്റ് എന്ന് പറയുന്ന ഈ വാക്ക് വരും തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ സ്നേഹമുള്ളവർ, ഭൗതിക ജീവിതത്തിൽ, ഈ യുദ്ധ സാഹചര്യത്തിൽ അത് വളരെ സഹായകമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും അത് വളരെ അർത്ഥവത്താണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഒരു വിശ്രമം വേണം, ഒരു പിൻവാങ്ങൽ വേണം, ഒരു മരുഭൂമിയുടെ അനുഭവം വേണം, നിശബ്ദതയുടെ ഒക്കെ ഒരു അനുഭവം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വേൾഡ് കപ്പ് ഫുട്ബോൾ, അതിലിങ്ങനെ വളരെ ആകൃഷ്ടരായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഫുട്ബോൾ കളിയിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാം. ഏതെങ്കിലും ഒരു ടീം പരാജയത്തിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് തുടർച്ചയായിട്ട് അവർക്കെതിരായിട്ട് ഗോൾ അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ് ഉടനെ സംഭവിക്കുന്നത്? ഉടനെ തന്നെ ടൈം ഔട്ട് വിളിച്ച് അവരെയൊക്കെ വിളിച്ചു കൂട്ടുന്നു. അവരൊക്കെ വിളിച്ചു കൂട്ടി അവരുടെ കോച്ച് അവർക്ക് ഏതാനും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇന്നതൊക്കെ നമ്മുടെ പരാജയ കാരണങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്രകാരം പ്രവർത്തിക്കരുത്, പുതിയ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് മുന്നേറാൻ സാധിക്കും. അങ്ങനെ അവരുടെ കോച്ച് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീണ്ടും ഈ കളിക്കാർ വീണ്ടും കളിക്കളത്തിലേക്ക് ചെല്ലുന്നു. അവർ ഒരു പുതിയ ചൈതന്യത്തോടു കൂടിയാണ്, ഒരു പുതിയ ശക്തിയോടുകൂടിയാണ് കളിക്കളത്തിൽ ഇറങ്ങുന്നത്. അപ്പോൾ സ്നേഹമുള്ളവർ, ഇതെല്ലായിടത്തുമുണ്ട്. സ്പോർട്സിലുണ്ട്, യുദ്ധരംഗങ്ങളിലുണ്ട്, എല്ലാ മേഖലയിലുമുണ്ട് ഒരു വിശ്രമിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് പിൻവാങ്ങാൻ ഒക്കെ ഉള്ളൊരു സമയം. അപ്പോൾ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്രമം ആവശ്യമാണ്. ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരു വിശ്രമം ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും കൂടുതൽ ശക്തിയുള്ളവരായി മാറാൻ, കൂടുതൽ ധൈര്യമുള്ളവരായി മാറാൻ നമ്മളെ ശക്തിപ്പെടുത്തും.
യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവിനെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ 40 ദിനരാത്രങ്ങൾ യേശു ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തോടൊപ്പം പിതാവിനോടൊപ്പം പ്രാർത്ഥിച്ച് ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവർ, ഈ 40 ദിനരാത്രങ്ങളിൽ യേശു മരുഭൂമിയിലേക്ക് പോകുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? മരുഭൂമിയിൽ ആയിരിക്കുമ്പോൾ ഒരു പ്രത്യേകത ഇതാണ്, മരുഭൂമിയിൽ മറ്റു സ്വരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്കൊരു ചെറിയ സ്വരം പോലും നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം, പിതാവിൻ്റെ സ്വരം കേൾക്കുവാൻ ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലമാണ് മരുഭൂമി. വേറെ ശബ്ദങ്ങളുടെ അസ്വസ്ഥതകളൊന്നുമില്ല, ശാന്തതയിൽ നമുക്ക് ദൈവസ്വരം കേൾക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം മരുഭൂമിയുടെ പ്രത്യേകത എന്താണ്? മരുഭൂമി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കൊണ്ട് മരുഭൂമിയിലൊരു പ്രത്യേകതയുണ്ട്. ദൂരെ കാഴ്ചകൾ പോലും വളരെ തെളിമയോടുകൂടെ തെളിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഒരു മരുഭൂമി അനുഭവം ആവശ്യമാണ്. ജനക്കൂട്ടത്തിൽ നിന്നും, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ നിന്നും, ഒത്തിരിയേറെ തിക്കിലും തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് പിൻവാങ്ങി ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ച് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിൽ നമുക്ക് വന്നുപോയ വീഴ്ചകളെക്കുറിച്ച് നമുക്ക് ബോധ്യം കിട്ടുന്നു. അതോടൊപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധൈര്യമില്ലാത്ത അവസ്ഥയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ശക്തിപ്പെടാൻ സാധിക്കുന്നു. അപ്പോൾ ഈശോ തന്നെ നമുക്ക് നൽകുന്ന വലിയ ഒരു മാതൃകയാണ്. ജീവിതത്തിൽ എപ്പോഴും പ്രവർത്തന നിരതരായിരിക്കേണ്ടവരല്ല നമ്മൾ. എത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിലും, എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിലും, എത്ര നല്ല കാര്യങ്ങളാണെങ്കിലും ഇടയ്ക്ക് ഒരു വിശ്രമവും ഒരു പിൻവാങ്ങലും നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക. അതാണ് നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈശോ തന്നെ അവരോട് വചനത്തിൽ നമ്മളിങ്ങനെ വളരെ കൃത്യമായിട്ട് നമ്മൾ വായിക്കുകയാണ്. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. സ്നേഹമുള്ളവരെ, ഈശോ തന്നെ തരുന്ന ഈ മാതൃക നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം. എപ്പോഴും നമ്മൾ വിശ്രമമില്ലാതെ അധ്വാനിക്കേണ്ടവരല്ല. വിശ്രമമില്ലാതെ ഒരു കാര്യവും നമ്മൾ ചെയ്യേണ്ടതില്ല. ഈശോയാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക. ഈശോ തരുന്ന മാതൃക സ്വീകരിച്ച് ജീവിതത്തിൽ വിശ്രമിക്കാനും കൂടുതൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും കൂടുതൽ ശക്തി പ്രാപിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആരാധനയായിടുന്നു ആത്മനാഥനായിടുന്നു ആനന്ദാമൃതമേ നിമിഷം ദേവാദിദേവൻ വരും നിമിഷം ആരാധനാസ്തുതി യേശുവേ ആരാധന സ്തുതി യേശുവേ ആരാധന സ്തുതി യേശുവേ ആരാധന സ്തുതി യേശുവേ.
തിരുവോസ്തിരൂപം ഈശോ തിരുമാംസം നൽകിയ സ്നേഹം തിരുവോസ്തിരൂപം ഈശോ തിരുമാംസം നൽകിയ സ്നേഹം തകരുമി മനുജന്റെ ജീവിത ദുഃഖങ്ങൾ ഉയർത്തുന്നു നാഥ അഞ്ജലിയ തകരുമി മനുജന്റെ ജീവിത ദുഃഖങ്ങൾ ഉയർത്തുന്നു നാഥ അഞ്ജലിയ ആരാധനാസ്തുതി യേശുവേ ആരാധന സ്തുതി 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തിരൂപനായ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ അരികിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്കുള്ളതെല്ലാം കർത്താവിന് സമർപ്പിക്കാം. നമ്മെ ഓരോരുത്തരെയും യേശുക്ക് സമർപ്പിക്കാം. യേശുവേ, ഞങ്ങളെ ഇന്ന് സുഖപ്പെടുത്തണമേ, ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ, ഇന്നത്തെ ദിവസം വലിയൊരു കൃപയുടെ ദിവസമാക്കി മാറ്റണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വിശ്രമത്തെക്കുറിച്ച് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. നമ്മൾ ഇപ്രകാരം വായിച്ചു, അവൻ പറഞ്ഞു, നിങ്ങളൊരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. കർത്താവ് ശിഷ്യന്മാരും വളരെയേറെ സുവിശേഷ വേല, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴും ആ തിരക്കിനിടയിൽ ഈശോ അവരോട് പറയുകയാണ്, നമ്മൾ അല്പം വിശ്രമിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോഴും ജോലി ചെയ്താൽ മാത്രം പോരാ, നമുക്കൊരു വിജന സ്ഥലത്തേക്ക് പോകാം, കുറച്ച് വിശ്രമിക്കാം. സ്നേഹമുള്ള ഒരു ഈശോ നമുക്കൊരു വലിയ മാതൃക തരിക. ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഇടയ്ക്ക് ഒരു വിശ്രമം വേണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു ചെറിയ ഒരു പിൻവാങ്ങൽ നമുക്ക് ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അല്പം പിൻവാങ്ങാനും വിശ്രമിക്കാനും തയ്യാറാകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചില സാഹചര്യങ്ങളോടും ചില വ്യക്തികളോടൊക്കെ നമ്മൾ മാറി നിൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ വല്ലാതെ ഭ്രമിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അടുത്തു പോയിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്ന് പിൻവാങ്ങുമ്പോഴാണ്, നമ്മളൊന്ന് മാറി നിൽക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. വല്ലത്തിൻ്റെയൊക്കെ എന്തിൻ്റെങ്കിലുമൊക്കെ അടിമകളായി നമ്മൾ മാറിയിട്ടുണ്ടോ, ഏതെങ്കിലും സാഹചര്യങ്ങളുടെ വ്യക്തികളുടെയൊക്കെ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ നമ്മളെ ചെലുത്തുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈശോ നമുക്ക് നല്ലൊരു മാതൃക തരിക. ഒന്നും ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് ഒരു വിശ്രമം വേണം, ഒരു പിൻവാങ്ങൽ വേണം. അതാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്, നമുക്ക് അല്പം വിശ്രമിക്കാം, ഒരു വിജന സ്ഥലത്തേക്ക് പോകാം. ഈശോയുടെ സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ബിസിനസ് രംഗങ്ങളിലും ജോലി സ്ഥലങ്ങളിലും എല്ലാം ചില സമയങ്ങളിൽ നമുക്കൊരു പിൻവാങ്ങൽ വേണം, ഒരു വിശ്രമം വേണം. അത് ആവശ്യമാണ്. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എന്തിനാണ് നമ്മളൊരു വിശ്രമത്തിലേക്ക് പോകുന്നത്? അത് കൂടുതൽ ശക്തി പ്രാപിക്കുവാനും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും അങ്ങനെ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാനും നമ്മളെ സഹായിക്കും ആ പിൻവാങ്ങൽ. സ്നേഹമുള്ളവരെ, ഈശോ മരുഭൂമിയിൽ 40 ദിവസം ചെലവഴിച്ചു. മരുഭൂമിയിൽ ചെറിയ ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മരുഭൂമിയിലെ കാഴ്ചകൾ വളരെ വ്യക്തമാണ്, വളരെ ക്ലിയർ ആണ്, നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതെ, നിശബ്ദതയിലും
മരുഭൂമി അനുഭവങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളെ തന്നെ കണ്ടെത്താനും നമ്മളിൽ നിന്ന് ചോർന്നു പോയിട്ടുള്ള ദൈവാനുഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാനും വീണ്ടും ശക്തി പ്രാപിക്കാനും ജീവിതത്തിൽ നവീകരിക്കാനും ഒക്കെ ഒരു ചെറിയ വിശ്രമവും ഒരു പിൻവാങ്ങലും നമ്മളെ സഹായിക്കും. അതോടൊപ്പം ഒഴിവാക്കാനാകാത്ത വിധം നമ്മൾ ആരോടെങ്കിലും എന്തിനോടെങ്കിലും ഒക്കെ അടുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഭ്രമിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. കർത്താവെ, ആ ഒരു വിശ്രമം ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ, വ്യഗ്രതകൾക്കിടയിൽ യേശു ശിഷ്യന്മാർക്ക് ഉപദേശിച്ചതുപോലൊരു വിശ്രമം ഞങ്ങളുടെ ജീവിതത്തിൽ എടുക്കുവാൻ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒക്കെ എടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹമുള്ളവർ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ അനുഗ്രഹത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങളിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.